അന്ന വിജു അന്ന നിങ്ങൾ അറിഞ്ഞ അന്ന ഞാൻ ചുമ്മാ നിങ്ങളെ നാട്ടിലൊക്കെ ഒന്ന് പോയേനു. എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളെ നാട്. നല്ല പെറ്റതള്ള നിങ്ങളെ പറ്റൂലെന്ന് പറഞ്ഞതൊരു സങ്കടം തന്നെ അന്ന എല്ലായിടത്തും നടന്ന് മാപ്പ് ചോദിക്കുന്ന സമയത്ത് സ്വന്തം അമ്മച്ചീരുടെ അടുത്ത് പോയിട്ട് മാപ്പ് കഴിച്ചൂടെ? അത് സംശയം കൊണ്ട് ചോദിക്കണ അന്ന ഒരു പ്രശ്നം ഉണ്ട് അമ്മ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോ കണ്ണന്റെ കണ്ണുകളിൽ വെളിച്ചം വേണം വെളിച്ചമില്ലെങ്കിൽ പ്രശ്നമാണ് എനിക്ക് അങ്ങനെയാണ് ആരെ കണ്ടാലും എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഞാൻ സ്നേഹിച്ചവരെ വീട്ടിലങ്ങ് കയറ്റും. അണ്ണനും കേറിക്കോ. പിന്നെ അണ്ണന് നേരെ ഞാനൊരു കേസും കൊടുത്തു. അണ്ണൻ അതോടെ തൂങ്ങും. പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് എപ്പോഴും കൃഷ്ണന്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ചില സമയങ്ങളിൽ എനിക്ക് അണ്ണന്മാരെ കാണുമ്പോ ക്രിസ്ത്യനായിട്ട് തോന്നും. അത്രേ ഉള്ളൂ. അണ്ണന്റെ അമ്മ പറഞ്ഞ് അണ്ണൻ വെറും കയപ്പോണെന്ന്. അണ്ണനെ വീട്ടിൽ നിന്ന് പിരിത്തി വിട്ടെന്ന് പറഞ്ഞണ്ണ. അതെന്താ വീട്ടിൽ നിന്ന് പിരിത്തി വിട്ടത്? അണ്ണൻ വീട്ടിൽ പോവാറില്ല അണ്ണ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോവണം. ത്രിമൂർത്തി സേവയൊക്കെ ഞാൻ കണ്ടണ്ണ. പക്ഷെ അതിവിടെ എടുക്കത്തില്ല എന്തെന്നറിയാമോ? എനിക്ക് ആ ത്രിമൂർത്തി സേവ കാണുമ്പോൾ ഇതുപോലൊരു ഫീലിങ്ങാ. അതാണ്. അപ്പല്ല ശരിയല്ലേ? വിഷയത്തിലേക്ക് വരാം. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചധികം ഡോക്യുമെന്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബൈജു തിടത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബൈജു തിടത്തിനെ പറ്റി ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംഘടിപ്പിക്കുകയല്ല വേണ്ടി വന്നില്ല. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നാട്ടുകാരങ്ങ് മൊച്ചി ബൈജുവിൻ്റെ ആളുകളാണെന്നാ ചോദിച്ചത്. ഷായ് ഞങ്ങൾ അവനെ അറിയത്തു പോലുമില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങി രക്ഷപ്പെടുകയാണ് ചെയ്തത്. സത്യം അതൊരു വലിയ യുദ്ധമായിരുന്നു. ഞങ്ങൾ ആളുകൾ വളഞ്ഞ് അവസാനം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടിരുന്നത് വീഡിയോയൊക്കെ എടുത്തു വെച്ച് കാണിച്ച് ഈ ചേട്ടാ ഞങ്ങൾ ഇത് വേറെ സിസ്റ്റമാണ് എന്ന് പറഞ്ഞ ശേഷമാണ് അവർ നമ്മളെ ഒന്ന് ഒഴിവാക്കി വിട്ടത്. ഏതായാലും അമ്മച്ചി കൈ ഒഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാനോ പറഞ്ഞിട്ടില്ല. അത് എങ്ങാണ്ടുള്ള ഒരു വൃത്തികെട്ട സാധനം അവരുടെ ചാനൽ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അതുവഴി അവരുടെ വീഡിയോ കണ്ട് അതിൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അവർക്ക് കിട്ടുന്ന ഫണ്ടും അവർക്ക് കിട്ടുന്ന വരുമാനവും അവരുടെ ചാനൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കിയ ആൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും എളുപ്പത്തിൽ വിമർശിക്കാൻ പറ്റിയ ഒരു സംഗതി ഇസ്ലാമാണ്. ഇസ്ലാമിനെ വിമർശിച്ചാൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസും അതിൽ കിട്ടുന്ന ഒരു റവന്യൂവും വേറെ ഒന്നിലും ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഞാൻ തന്നെ വലിയൊരു എക്സാമ്പിളാണ്. എത്ര കേസുകളാണെന്നറിയാമോ? എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാമോ? അങ്ങോട്ടും കൂടെ തിരിയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അതേസമയം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോൾ സുഖം, ക്യാഷ് വീട്ടിൽ ബാങ്കിൽ വരും. മാത്രമല്ല സ്നേഹങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. യജ്ജാതി എന്തെല്ലാം സമാധാനങ്ങളാണ്, സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു. അതേസമയം ഇപ്പുറത്തോട്ട് മാറിയ തീർന്നു. ഇനി നമ്മളെപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പം ഇത് മനസ്സിലാക്കാൻ ആ മകനുണ്ടായ കാരണം ആ അമ്മ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ വോയിസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന ഒരു കാര്യം നമുക്കൊരു അവസ്ഥ വരുമ്പോൾ മാത്രം നമ്മൾ പബ്ലിഷ് ചെയ്യും. അല്ലാത്ത പക്ഷം അത് നമ്മുടെ കയ്യിൽ ഭദ്രമാണ്. പിന്നെ ഇനി വീട് കയറി അങ്ങനെയൊന്നുമില്ല. അതും ഞാൻ അവരെ കൊണ്ട് പറയിച്ച് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് അവരെ കാണുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്. എന്നെ അത്രത്തോളം എൻ്റെ അമ്മയെ ഉൾപ്പെടെ മോശപ്പെടുത്തി സംസാരിച്ചതാണ്. അപ്പം എനിക്ക് സ്വാഭാവികമായി എന്നെ ഒരാൾ തെറി പറഞ്ഞാൽ ഞാൻ അവരെ തള്ളക്കി വിളിക്കുകയാണ് പരിപാടി. അപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം തോന്നി ആ അമ്മയെ ഒന്ന് കാണണമെന്ന് ഞാൻ പോയി കണ്ടു. സത്യത്തിൽ അവർ നിസ്സഹായമാണ്, വേറെ വഴിയില്ല. അവർക്ക് അബദ്ധം പറ്റിപ്പോയി, ഇങ്ങനെ ഒരെണ്ണത്തിനെ ഉണ്ടാക്കി കളഞ്ഞുപോയി. അതിനപ്പുറം അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഇതിനകത്തില്ല എന്ന് തൊഴുതുകൊണ്ട് പറയുന്ന ഒരു അമ്മയാണ് ഞാൻ കണ്ടത്. അപ്പം ഇനി അഥവാ ഈ തീട്ടം ബൈജുവിന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട്, ആ അമ്മയൊന്നും പറയരുത്. കാരണം അവർ അത്ര ഗതി കെട്ടിട്ടുള്ളത്. സ്വന്തം മകൻ ഒരു വേസ്റ്റാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു അമ്മയുടെ പ്രാണവേദന മനസ്സിലായി. ആകെ 2 എണ്ണേ ഉള്ളൂ മരുന്ന് പോലെ. അതിൽ ഒരെണ്ണം ഇങ്ങനെ തലതിരിഞ്ഞു പോയി. മറ്റേ മോൻ്റെ കൂടെയാണ് അവർ ജീവിക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട നല്ല ഫാമിലിയാണ്. ആ കുടുംബം അത്യാവശ്യം ബോധവും വിവരവും ഉള്ളവരാണ് അവിടെ ഉള്ളത്. ചുറ്റുവട്ടത്തുള്ളവരും ഒക്കെ തന്നെ അത് പറയുന്നുമുണ്ട്. പക്ഷെ ഇവനെ പറ്റി പടുവ് മോശമായിട്ടാണ് പറയണത്. മാത്രമല്ല പണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത്. ഇത് ചെയ്യാനുണ്ടായിരുന്ന കാരണം ഇവൻ
ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് നടത്തിയാണ്. അത്യാവശ്യം ഓൺലൈൻ ഇഷ്യൂസൊക്കെ അവൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനായിരുന്നു. ഇവൻ്റെ കയ്യിലേക്ക് ഒരു പണ്ഡിത കൊണ്ട് കൊടുത്തു അവളുടെ ചാനൽ ഹാൻഡിൽ ചെയ്യാൻ. ആ ചാനൽ ഹാൻഡിൽ ചെയ്യുന്നതിൽ നിന്ന് ഇതിനകത്തേക്ക് വരുന്ന ഇൻകം അവൻ കാണുകയും ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് പറ്റിക്കാൻ സാധ്യതയുള്ളത് സംഘികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘിസം കൂടുപിടിച്ച് അവൻ പറഞ്ഞ വർത്തമാനങ്ങളാണ്. ഒരു പടി മേളി പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അകത്ത് പോയി ഉണ്ട തിന്നേണ്ടി വന്നത്. അപ്പോൾ ത്രീസം കളിക്കാൻ വേണ്ടി ത്രീസു കൂടെ ചേർന്നവർക്ക് ആര് ചേർന്നാലും യഥാർത്ഥത്തിലുള്ള മുള്ള ഏതാണെന്ന് വ്യക്തമായി എനിക്ക് അറിയാവുന്നതുകൊണ്ട് മുള്ളിനെ മാറ്റി നിർത്തി നിങ്ങൾ സേഫ് ആയിക്കോ. വെറുതെ എൻ്റെ ശത്രുത പിടിച്ചു പറ്റണ്ട. ഞാൻ വളരെ സ്ട്രോങ് ആയ ഒരു തീരുമാനത്തിലുമാണ്. ആ തീരുമാനത്തിൽ നിന്ന് കട് വ്യത്യസ്തത മാറില്ല എന്ന് ഉറച്ചു പറയുകയും അതുമായി മുൻപോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തിയാണ്. വെറുതെ വന്ന് ചാടി കുടുംബത്തിനെ കൂടെ നാറ്റിക്കാതിരിക്കുക. മുന്നും പിന്നും നോക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ കുടുംബം, അത് ഞാൻ പറഞ്ഞില്ല, അഡ്രസ്സ് പറയുന്നുണ്ട്, അവിടെ പോയി അന്വേഷിച്ചാൽ മാത്രം മനസ്സിലാവും. അപ്പം എൻ്റെ ഇൻറ്റൻഷൻ ഒന്നേ ഉള്ളൂ, നിങ്ങളെ പറ്റിച്ചതുപോലെ മറ്റുള്ളവരെ അവൾ പറ്റിക്കുന്നുണ്ട്. ആ പറ്റിപ്പ് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് സ്റ്റോപ്പ് ചെയ്താൽ പ്രശ്നം കോംപ്രമൈസ്, അല്ലാത്ത പക്ഷം ഇതുപോലെ തന്നെ മുൻപോട്ട് പോകും. കള്ളിയാണ് എന്നുള്ളത് വിത്ത് എവിഡൻസ് ആണ് ഞാൻ പ്രൂഫ് ചെയ്തിട്ടുള്ളത്. ഇനിയും നിങ്ങൾ പറ്റിക്കപ്പെടാൻ പോയി ചാടിക്കൊടുത്താൽ അത് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത സംഗതിയാണ് എന്നും ഓട്ടവഞ്ചിയാണെന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാറിയിരിക്കുക. മാറി നിന്നില്ലെങ്കിൽ പൊന്നു മോനെ ഞാനങ്ങ് ചീരിക്കും. അപ്പൊ ശരി എന്നാ, ഓക്കെ.